നമസ്കാരം. നാഷണൽ ബ്രോഡ്കാസ്റ്റിംഗ് ന്യൂസ് ഇന്ത്യ ഗൾഫ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. ദുബായ് വീടുകളിൽ ഉപയോഗിക്കുന്ന സ്മാർട്ട് ഉപകരണങ്ങൾ വഴി സൈബർ ആക്രമണം ഉണ്ടാകുന്നതിൽ ജാഗ്രത വേണമെന്ന് നിർദ്ദേശിച്ച് UAE സൈബർ സെക്യൂരിറ്റി കൗൺസിൽ. വീടുകളിൽ ഉപയോഗിക്കുന്ന സ്മാർട്ട് ഉപകരണങ്ങളിൽ 3/4 പങ്കും സുരക്ഷിതമാക്കിയില്ലെങ്കിൽ ആക്രമണത്തിന് ഇരയാക്കപ്പെടാമെന്ന് മുന്നറിയിപ്പിൽ പറഞ്ഞു. വോയിസ് അസിസ്റ്റൻസ്, നിരീക്ഷണ ക്യാമറ സംവിധാനം, ഓട്ടോമേറ്റഡ് ലൈറ്റിംഗ്, കൂളിംഗ് സംവിധാനം എന്നിവ വളരെ കൂടുതലായി ഹാക്കർമാർ ലക്ഷ്യം വെക്കുന്നതായും അധികൃതർ ചൂണ്ടിക്കാട്ടുന്നു. ദുബായ് എമിറേറ്റ്സിലെ ഏറ്റവും വലിയ പാർക്കിംഗ് നിയന്ത്രണ കമ്പനിയായ പാർക്കിൻ ഈ വർഷം 3000 പാർക്കിംഗ് സ്ഥലങ്ങൾ കൂടി ഏറ്റെടുക്കും. ഗതാഗതക്കുരുക്ക് ഒഴിവാക്കാനും നഗരഗതാഗതം മെച്ചപ്പെടുത്താനും ലക്ഷ്യമിട്ടാണ് പദ്ധതി നടപ്പാക്കുന്നത്. അതോടൊപ്പം 2 വർഷത്തിനകം 4 മൾട്ടി സ്റ്റോറി കാർ പാർക്കിംഗ് സ്ഥലങ്ങൾ നിർമ്മിക്കുന്നതിനുള്ള തയ്യാറെടുപ്പുകളും കമ്പനി ആരംഭിച്ചിട്ടുണ്ട്. അജ്മാൻ പെട്രോളിയം ഉൽപ്പന്നങ്ങൾ കൊണ്ടുപോകുന്ന വാഹനങ്ങൾ ഇനി മുതൽ നിർദ്ദിഷ്ട സ്ഥലങ്ങളിലല്ലാതെ പാർക്ക് ചെയ്താൽ കനത്ത പിഴ. പൊതുജനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായാണ് അജ്മാൻ സർക്കാർ പുതിയ നിയമം കൊണ്ടുവന്നത്. തികച്ചും അപകടകരവും അതിവേഗം തീപിടിക്കാൻ സാധ്യതയുള്ളതുമായ വസ്തുക്കളായതിനാൽ ഇത്തരം വാഹനങ്ങൾക്ക് ജനവാസ കേന്ദ്രങ്ങളിലോ അധികൃതർ നിശ്ചയിച്ച സ്ഥലങ്ങളിലല്ലാതെയോ പാർക്ക് ചെയ്യാനോ നിർത്താനോ അനുവാദമുണ്ടായിരിക്കില്ല. ഈ നിയമം ലംഘിക്കുന്നവർക്ക് കടുത്ത പിഴയും മറ്റ് ശിക്ഷാ നടപടികളും നേരിടേണ്ടി വരുമെന്ന് അജ്മാൻ സുപ്രീം എനർജി കമ്മിറ്റി അറിയിച്ചു. ഷാർജ സ്കൂൾ ബസ്സുകൾക്ക് അപകടമോ വഴിയിൽ വെച്ച് തകരാറോ സംഭവിച്ചാൽ ഇനി വിദ്യാർത്ഥികൾക്ക് സുരക്ഷയൊരുക്കാൻ ഷാർജ പോലീസ് നേരിട്ടെത്തും. അടിയന്തര സാഹചര്യങ്ങളിൽ സഹായം തേടുന്നതിനായി ഡ്രൈവർമാർക്കും സൂപ്പർവൈസർമാർക്കും സഹായകരമാകുന്ന അമാൻ എന്ന പുതിയ സേവനം ഷാർജ പോലീസ് ആരംഭിച്ചു. ഷാർജ പ്രൈവറ്റ് എഡ്യൂക്കേഷൻ അതോറിറ്റിയുമായി സഹകരിച്ചാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. കൂടുതൽ അപ്ഡേറ്റ്സിനായി കാത്തിരിക്കുക. നാഷണൽ ബ്രോഡ്കാസ്റ്റിംഗ് ന്യൂസ് ഇന്ത്യ. നന്ദി.